ഗണപതിയേ നമഃ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കണ്ണൂർ വിഷൻ പുതിയ കെട്ടിടത്തിലേക്ക് സ്വന്തമായി നിർമ്മിച്ച കെട്ടിടത്തിലേക്കൊക്കെ മാറിയിരിക്കുകയാണ്. പക്ഷെ നമുക്ക് വലിയ മാറ്റമൊന്നുമില്ല. നമ്മൾ പഴയ ഓം ഗണപതിയെ തന്നെ. കെട്ടിടമൊക്കെ മാറി, അല്ലെ, സ്റ്റൈലൊക്കെ കുറേ മാറ്റം വന്നു. അതൊക്കെ കാലത്തിൻ്റെ മാറ്റം, പുരോഗതി വേണമല്ലോ. എല്ലാ കാര്യങ്ങൾക്കും വളർച്ച ആവശ്യമാണ്. ഞാൻ വരുന്ന കാലത്ത് 15 കൊല്ലം മുമ്പേ ചെറിയ മട്ടിലായിരുന്നു. ഇന്നത് അതിൻ്റെ പൂർണ്ണത പ്രാപിച്ചു. 1.5 പതിറ്റാണ്ട് കൊണ്ട് കണ്ണൂർ വിഷൻ ചാനൽ അതിൻ്റെ പുഷ്കലമായ സമയത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയാം. ഒരു വലിയ വിഭാഗം ചെറുപ്പക്കാരുടെ അക്ഷീണമായ പ്രയത്നത്തിൻ്റെ ഫലം. അതെന്തോ അവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ദേവിയുടെ നവരാത്രി നാളുകളാണ്. അപ്പോൾ ഞാൻ മൂകാംബിക യാത്രയിലാണ്. അപ്പോൾ ഈ കഴിഞ്ഞ തവണ ഇവിടെ ഇത് കെട്ടിടം മാറുന്നതിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് എൻ്റെ പരിപാടി ഇവിടെ ലൈവ് നടത്താൻ പറ്റിയില്ല. നിങ്ങൾ കണ്ടത് തന്നെ കാണേണ്ടി വന്നു. ഇത് പക്ഷേ ഇന്ന് നവരാത്രി കാലത്ത് ഒരു അധ്യായമെങ്കിലും നടത്തിയില്ലെങ്കിൽ ദേവി തന്നെ എന്നെ വഴക്ക് പറയും. കാരണം ദേവിയെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ ഈ സമയത്ത്. ഞാൻ മൂകാംബിക യാത്രക്ക് ഇതേ വഴിക്ക് മൂകാംബികയിലേക്ക് പോവുകയാണ്. മൂകാംബിക അമ്മയെ കാണാതെ നവരാത്രി കാലം ഇന്ന് വരെ നവരാത്രി നാളുകളിൽ എന്നെങ്കിലും ഒന്ന് അമ്മയെ കാണുക എന്ന നിർബന്ധം 25 കൊല്ലമായിട്ട് പാലിച്ചു പോരുന്നു. ഒരു കോളുണ്ട്, അതിനുശേഷം ഇതിലേക്ക് വരാം. ഹലോ 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 കോള് കട്ടായിപ്പോയി. അപ്പോൾ നവരാത്രി നാളുകളിൽ ദേവീ ദർശനത്തിന് ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചു പോരുന്നുണ്ട് എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ മൂകാംബികയ്ക്ക് അത്യധികം പ്രാധാന്യം ഈ ദിവസങ്ങളിലെ ദർശനത്തിനുണ്ട് എന്നും മനസ്സിലാക്കണം. ദേവി അതിൻ്റെ പൂർണ്ണ ചൈതന്യത്തിൽ അനുഗ്രഹം ചൊരിയുന്ന ദിവസങ്ങളാണ് നവരാത്രി നാളുകൾ എന്നുള്ളത് പരമാർത്ഥമാണ്. ദേവി എപ്പോഴും ചൈതന്യവതി തന്നെ, എങ്കിലും അതിൽ നിന്നും കുറച്ചുകൂടി ഉയർന്ന പടിയിൽ ദേവി അനുഗ്രഹം ചൊരിയുന്ന നാളുകളാണ് ഒന്ന് നവരാത്രി നാളുകളും, ഒന്ന് മീനമാസത്തിലെ ഉത്രത്തിന് കൊടിയേറി മൂലം നക്ഷത്രത്തിൽ അമ്മയുടെ മഹാരഥോത്സവം നടക്കുന്ന ആ 9 നാളുകൾ. ഒന്ന് ഈ 9 നാളുകൾ, 10-ാം ദിവസം ദശമി. അപ്പോൾ ഒരു കോളുണ്ട്. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂർ. പറയൂ, ഡേറ്റ് പറഞ്ഞോളൂ. 19/11/2003. സമയം 11:30.
കാലത്താണോ PM. രാത്രി? ആ ശരി. ആരുടേതാണ്? മോളതാണ്. ഉത്തരം നക്ഷത്രം. ആ എന്താണ് അറിയേണ്ട വിഷയം? എല്ലാ മോളെ പറ്റിയിട്ട് പൊതുവായി അറിയേണ്ടിട്ടേനു. പൊതുവായിട്ട് അറിയാന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഈ ഉണ്ടോ? പഠിപ്പിന്റെയോ ഇതിന്റെ എല്ലാം. ഇപ്പം പഠിക്കുന്ന കുട്ടിയല്ലേ? ആ ഇപ്പം 2023 മുതൽ രാഹുദശ തുടങ്ങി. രാഹുവിൽ സ്വാപഹാരം നടക്കുന്ന സമയമാണ്. അത് 25 10-ാം മാസം വരെ ഉണ്ട്. അതായത് കൃത്യം 1 കൊല്ലം കൂടി ഈ കുട്ടിയുടെ സമയം അത്ര ഗുണമുള്ളതല്ല. അത് കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ അപഹാരമാണ്. പഠനകാര്യത്തിലൊക്കെ വളരെയേറെ മുമ്പോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ ഏത് കോഴ്സാണ് ചെയ്യുന്നത്? ഡിഗ്രി. ഡിഗ്രി. അല്ല, അത് ഒരുവിധം നന്നായിട്ട് പോകുന്നില്ലേ? 2-ൽ വ്യാഴമുള്ള കുട്ടികൾ പൊതുവെ നന്നായിട്ട് പഠിക്കുമെന്നാണ്. പഠിക്കുന്നുണ്ട്. പഠിപ്പിനെ ബാധിച്ചിട്ടില്ലല്ലോ രാഹുദോഷം? ഒരു ഇതും അതൊക്കെ ഈ സമയദോഷത്തിൻ്റെ ഇത് തന്നെ. അതാണ് ഞാൻ പറയാൻ നോക്കുന്നത്. അതൊക്കെ ഈ സമയത്തിൻ്റെ കേടല്ലേ? 1 കൊല്ലം കൂടി ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരുമാതിരി അലോസരം പിടിച്ച അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, പിന്നെ സ്കിന്ന് സംബന്ധമായ പ്രശ്നങ്ങൾ, അതേപോലെ മുടി കൊഴിഞ്ഞു പോവുക, ഇങ്ങനെയുള്ള ഒരുപാട് ചെറിയ കാര്യങ്ങൾ വരും. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ പറയണം. വാഹനമൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ, 2 വീലറൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. അതൊന്നും ഇപ്പോൾ ഉപയോഗിക്കേണ്ടെന്ന് പറയണം. 1 വർഷം കഴിഞ്ഞാൽ പഠിച്ചോട്ടെ. ഇപ്പോൾ പഠിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. ഈ 1 വർഷം കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാം. കാരണം ഡ്രൈവിംഗ് ഒക്കെ ഇപ്പം നിർബന്ധമാണല്ലോ. അതും പറ്റില്ല, ഇപ്പം പറ്റില്ല. 1 കൊല്ലം കഴിഞ്ഞിട്ട് മാത്രം മതി. ആലോചന വന്നാലും വാക്ക് പറഞ്ഞ് വെക്കാം. വ്യാഴത്തിൻ്റെ അപഹാരത്തിൽ ചെയ്താൽ മതി. പിന്നെ അഷ്ടമത്തിൽ ചൊവ്വയുള്ള ജാതകമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇത് നോക്കാതെ നടത്താൻ പറ്റില്ല. പിന്നെ അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. അത് അത്തരത്തിലുള്ള വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലേക്ക് എന്നെ ബന്ധപ്പെടാം. കാരണം ഇത് കുറച്ച് ആ ദോഷത്തിന്, അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുക എന്നുള്ള ദോഷം, അഷ്ടമാധിപത്യം വഹിച്ചുകൊണ്ട് ശനി 12-ൽ നിൽക്കുന്നു. അതൊക്കെ വിവാഹ സംബന്ധമായ ദോഷത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്കങ്ങനെ വല്ല താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ നേരിട്ട് ബന്ധപ്പെടുക. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ദേവിയുടെ ഈ നാളുകൾ ഭക്തന്മാർക്കറിയാം. പൊതുവെ ദേവീ ഭക്തന്മാർ ഈ ദിവസത്തിന് കൊടുക്കുന്ന പ്രാധാന്യം. അതുകൊണ്ട് തന്നെ അമ്മയെ പ്രപഞ്ചത്തിൻ്റെ മാതാവായിട്ട് പറയുന്ന പരാശക്തി, ആ പരാശക്തിയെ വിധിയാമ്പണ്ണം തന്നെ ആരാധിച്ച് പ്രീതിപ്പെടുത്താൻ ഈ ശരത്കാല നവരാത്രി അതിനേറ്റവും ഗുണകരമായ ദിവസമാണ് എന്ന് ആചാര്യന്മാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിവിടെ കേരളത്തിൽ മാത്രമല്ല. ഇപ്പം ദസറ ആഘോഷം മൈസൂരിൽ തുടങ്ങിക്കഴിഞ്ഞു. അതേപോലെ വടക്കേ ഇന്ത്യയിലും ദേവിയുടെ പ്രധാനപ്പെട്ട 51 ശക്തിപീഠങ്ങൾ, അത് 108 ഉണ്ടെന്ന് വേറെയും ഭാഷ്യമുണ്ട്. ഏതായാലും 51 പ്രധാനമാണ്. അപ്പോൾ ആ 51 ശക്തിപീഠങ്ങളിലും ഇങ്ങനെയുള്ള ഈ ദേവിയുടെ മഹാ ആഘോഷത്തിൻ്റെ നാളുകൾ തന്നെയാണ്. ഇനി അതൊന്നും അല്ലാതെ തന്നെ ഒരു ചെറിയ ദേവീക്ഷേത്രം പോലും ഈ നവരാത്രി നാളുകളിൽ സമൂഹത്തിലുള്ള മുഴുവൻ ദേവീ വിശ്വാസികളും ആ പ്രദേശത്തുള്ളവരൊക്കെ അവിടെ എത്തുകയും ദേവിയെ ആരാധിക്കാൻ വേണ്ടി ഔത്സുക്യം കാണിക്കുകയും ചെയ്യും. അത് ഈ നാളുകളുടെ പ്രത്യേകതയാണ്.
അത് ദേവി ഭക്തന്മാർക്ക് മാത്രമേ ഇതിൻ്റെ പ്രാധാന്യം അറിയുകയുള്ളൂ. ഈ 9 നാളുകൾ മാത്രം ദേവി ആരാധിക്കുന്നവരുമുണ്ട്, എത്രയോ എനിക്കറിയാം. അത് കഴിഞ്ഞാൽ പിന്നെ പിറ്റത്തെ നവരാത്രി കാലത്ത് മാത്രമേ അവർ ദേവിയുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാവും. അങ്ങനെ ഉള്ള എത്രയോ ആളുകളെ എനിക്ക് നേരിട്ടറിയാം. കാരണം അവർ ആ ദിവസം അവർ മൂകാംബിയിൽ വരും, മൂകാംബികയിൽ അവരെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ചോദിക്കും, എന്താണ് പിന്നെ കണ്ടില്ലല്ലോ, കഴിഞ്ഞ പോലെ കണ്ടത്? അത് ഈ ദിവസം പോലെ നിങ്ങളെപ്പോലെ എല്ലാ മാസമൊന്നും വരാനൊന്നും ആവില്ല, ഈ മാസം എന്തായാലും നവരാത്രിക്കുള്ള ആ ഒറ്റ വരവേ ഉള്ളൂ എന്ന് പറയും. അങ്ങനെ എത്രയോ പേരുണ്ട്. ഒരു കോളുണ്ട്. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പെരുന്താറ്റിൽ. പറയൂ, ഡേറ്റ് പറയൂ. 16/6. ഓക്കെ, 16/6/2006. സമയം രാവിലെ 11:07. ആരുടേതാണ്? എന്റേതാ. എന്താണ് കുട്ടിക്ക് അറിയേണ്ട വിഷയം? പഠിപ്പിന്റെ പഠിപ്പിൻ്റെ എല്ലാം അറിയണം അല്ലേ? അവിട്ട നക്ഷത്രം. ഇപ്പം രാഹുദശയാണ് നടക്കുന്നത്. 18 വയസ്സ് പ്രായം. ഇനി അത് രാഹു തീരണമെങ്കിൽ 2028 വരെയുണ്ട്. 2020, 4 വർഷം കൂടി രാഹു ഉണ്ട്, 3.5 വർഷം. അപ്പോൾ ഈ രാഹു കഴിഞ്ഞാലാണ് നല്ല സമയം ആരംഭിക്കുക. ഇപ്പോൾ രാഹു ആയതുകൊണ്ട് തന്നെ കുറച്ച് ശ്രദ്ധിച്ച് പഠന കാര്യത്തിലൊക്കെ പോകണം. ഇപ്പം +2 കഴിഞ്ഞ് ഇപ്പം ഡിഗ്രി ചേർന്നോ, അതോ ഏത് കോഴ്സാണ് എടുത്തത്? ഇല്ല, ഒന്നിനും കിട്ടിയില്ല. ഒന്നിനും കിട്ടിയില്ല. അത് തന്നെ ആ സമയദോഷത്തിനെ കുറിച്ച് ഞാൻ പറയുന്നത്. ഒന്നും എവിടെയും കിട്ടിയില്ല, ഒന്നിനും കിട്ടിയില്ല. ഇല്ല. അതെന്തുകൊണ്ടാണ് മോളെ അങ്ങനെ പറ്റിയത്? എല്ലാം കൊടുത്തത്. നഴ്സിങ്ങിന് കൊടുത്തിട്ട് പക്ഷെ അതിനൊന്നിനും കിട്ടിയിട്ടില്ല. ഇനി അതിന്റെ മുഴുവൻ കഴിഞ്ഞോ? അതിന്റെ മുഴുവൻ കഴിഞ്ഞു. അലോട്ട്മെന്റ് മൊത്തം കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണ്? ഇപ്പം 1 വർഷം കളയാൻ കഴിയില്ലല്ലോ. ഒരു അക്കാഡമിക് ഇയർ പോവാന്ന് പറഞ്ഞാൽ അത് വലിയ കഷ്ടമല്ലേ? അപ്പോൾ ഞാൻ ഡിപ്ലോമ ഒക്കെ കൊടുത്തിനി. അത് വിളിച്ചിട്ടുണ്ടോ? അതിപ്പോ വിളിക്കുകയുള്ളൂ. അല്ല, അതിപ്പോൾ നീ ഒരു പ്രാധാന്യത്തോടു കൂടി നീ കണ്ടത് ഈ ഒരു ഇതല്ലേ, നേഴ്സിങ്ങിന്. അപ്പോൾ വേറെ എവിടെയെങ്കിലും നമുക്ക് അതിനുള്ള ചാൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ? ഇല്ല, ഞാൻ കൊറേ നോക്കി. അല്ല, പുറത്തേക്കോ നമ്മളെ സ്റ്റേറ്റ് മാറി കളിച്ചാലൊക്കെ പറ്റില്ലേ? അതിനുള്ള സാമ്പത്തികം വിഷമമുണ്ടോ? സാമ്പത്തിക വിഷമം കുറച്ചുണ്ട്. അല്ല, ബാംഗ്ലൂരും മറ്റൊക്കെ ഒരുപാട്, മംഗലാപുരം, മൈസൂർ, ബാംഗ്ലൂർ, അവിടെയൊക്കെ ഇഷ്ടം പോലെ ഈ നഴ്സിംഗ് കോളേജ്. സീറ്റ് ഫുള്ളായി. അവിടെയൊന്നും അങ്ങനെ സീറ്റ് ഫുള്ളാകുന്ന വിഷയമേ ഇല്ലല്ലോ. അതൊക്കെ പൈസ ഉണ്ടെങ്കിൽ ഏത് സമയത്തും എപ്പോഴും അങ്ങനെയാണ് അവിടുത്തെയൊക്കെ കഥ. അത് നീ അതിനെപ്പറ്റി പണം കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ. നീ ഉദ്ദേശിക്കുന്ന BSc നഴ്സിംഗ് ആണോ? അപ്പോൾ അവിടെ പോയാൽ അതൊക്കെ നടക്കും. അതിനുള്ള പരിപാടിയൊക്കെ അവിടെയൊക്കെ ഉണ്ട്. അതൊന്നും അങ്ങനെ പെട്ടെന്ന് തീർന്നു പോകുമൊന്നുമില്ല. അതൊക്കെ പിന്നെ എല്ലാത്തിനും ഞാൻ പറഞ്ഞല്ലോ, പണമാണ് പ്രധാനം. അതുകൊണ്ട് അത് നോക്കിയിട്ട് തീരുമാനിക്കുക. ഓക്കെ. അല്ല, ഇവിടുത്തെ ഇതിപ്പോൾ അലോട്ട്മെൻറ്റ് കഴിഞ്ഞെങ്കിൽ പിന്നെ എങ്ങനെയാണ് ചാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാക്ടിക്കലായിട്ടും കൂടി നമ്മൾ പറയണ്ടേ. നിൻ്റെ സമയം വളരെയേറെ വിപരീതമായ സമയമാണ്. അത് നിനക്ക് ആരംഭിച്ചിട്ട് ഈ 8-ാം മാസം മുതലാണ് ഏറ്റവും മോശമായത്. അതായത് ആഗസ്റ്റ് 4 മുതൽ നിനക്ക് ഏറ്റവും മോശപ്പെട്ട സമയമാണ്. അത് തീരാൻ 25-6-ാം മാസം വരെയുണ്ട് ഏറ്റവും മോശമായ സമയം. അപ്പോൾ എന്താ പറയുക, രാഹുദശയിൽ പിന്നെ സൂര്യൻ്റെ അപഹാരം, പാപൻ്റെ ദശയിൽ പാപൻ്റെ അപഹാരം, അഷ്ടമത്തിൽ നിൽക്കുന്ന സർപ്പമാണ്. അപ്പോൾ ഇങ്ങനെ മനുഷ്യനെ ചുറ്റിക്കുക എന്നുള്ള ഫലം കൃത്യമായിട്ട് വരും. ഒരു ആഗ്രഹങ്ങളും നടപ്പിലാക്കാൻ പറ്റാതെയും, അതേപോലെ മനസ്സ് തന്നെ ഒരു മാതിരി ഉണ്ടാവും.
ഇപ്പം നീ അതെല്ലാം ഉണ്ട്. ആകെ നീ ഡെസ്പായിട്ടാണ് ഉള്ളത്. ഒരു എന്താ ആ ആ നിൻ്റെ പഴയ ചുറുചുറുപ്പെല്ലാം കുറച്ച് പുറകോട്ട് അടിച്ചിട്ടാണ് ഉള്ളത്. പിന്നെ ഇപ്പൊ ഒന്നിനോട് താല്പര്യമൊന്നും അതെ, ഒന്നിനോടും താല്പര്യമില്ലാത്ത അവസ്ഥയൊക്കെ വന്നു ചേരും. അവിടെ ശിവൂരോട്ട് അമ്പലത്തിൽ പോയിട്ട് അവിടെ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഒപ്പം പിന്നെ അവിടെ തന്നെ നാഗത്തിൻ്റെ ചില സാന്നിധ്യമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി തൊഴുക. പിന്നെ പെരളശ്ശേരി ക്ഷേത്രത്തിലൊന്ന് ഇതാവുക, പോയിട്ട് അവിടെ പോയി വഴിപാടൊക്കെ ചെയ്യുക. അങ്ങനെ ഇതിൻ്റെ നമ്മളെ മനസ്സിനും ഒരു ശാന്തി കിട്ടും, ഒരു സമാധാനം. പിന്നെ ഇപ്പോൾ ഉള്ള നവരാത്രി വ്രതം ഇപ്പം വ്രതം എടുക്കുന്നുണ്ടോ വിദ്യ? അപ്പോൾ അത് പൂർണ്ണമായിട്ടും പൂർണ്ണ വിധിപ്രകാരം തന്നെ അത് പൂർത്തീകരിക്കുക. അപ്പോൾ അപ്പോഴേക്ക് അമ്മയെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരട്ടെ ദേവി. നവരാത്രി വ്രതം എടുക്കുന്ന കുട്ടികളെ എന്തായാലും പഠനകാര്യത്തിലുള്ള തടസ്സം മാറിക്കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ നീ നിൻ്റെ മനസ്സിലൊന്ന് വെച്ചിട്ട് നീ വേറൊരു കാര്യത്തിന് പോകുന്നത് അത്ര ഇതല്ല നിനക്ക്. മനസ്സിൽ വെച്ചതിനോട് പിന്നെ എനിക്ക് താല്പര്യം കുറഞ്ഞു വന്നിരുന്നു. വന്നിനാ ശരി. അതെ, നിനക്ക് തന്നെ ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന്. അതാണ് വിഷയം. അതാണ് രാഹുവിൻ്റെ ദോഷം. അതാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് രാഹുവിൽ ഒരു ഐഡിയ കിട്ടാതെ നമ്മൾ ചുറ്റിക്കളിക്കുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് പരമാവധി പിന്നെ 2 നേരം കുളിക്കാനൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. കുളിയോടൊക്കെ ഇപ്പം ഭയങ്കര ഇത് വരും, അത് ശ്രദ്ധിക്കണം. 2 നേരം കുളിച്ചോളണം. ഓക്കെ, ശരി. ബുക്ക് ഇപ്പം വെക്കാൻ പറ്റുമോ? അപ്പൊ മുന്നേ പഠിച്ച ബുക്ക് വെക്കുന്നതിനെ കൊണ്ട് കുഴപ്പമുണ്ടോ? അത് ആ ദിവസങ്ങളിൽ കൊണ്ടേ വെക്കുക. അത് ഏതാ ദേവീക്ഷേത്രം ഞാൻ അവിടെ കൊണ്ടേ വെച്ചിട്ട് അവിടെ പൂജിക്കുക. അത് അഷ്ടമിക്കല്ലേ വെക്കേണ്ടത്, വെള്ളിയാഴ്ച. കഴിഞ്ഞ വർഷത്തെ വെച്ചാൽ കുഴപ്പമില്ലല്ലോ. അല്ല, കഴിഞ്ഞ വർഷത്തേന് വെക്കുന്നതിൽ വലിയ കാര്യമില്ലല്ലോ. അതിൽ വലിയ കാര്യമില്ലല്ലോ. ഇപ്പം പുതിയതായിട്ട് പഠിക്കാനുള്ള പുസ്തകങ്ങളല്ലേ വെക്കേണ്ടത്. ഓക്കെ, ഒന്നും കിട്ടാതെ കൊണ്ട് ഒന്നും തിരിയുന്നില്ല അല്ലേ? ശരി മോളെ, ഓക്കെ ഓക്കെ, ദേവി രക്ഷിക്കട്ടെ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ ഒരു നാളുകൾ ദേവിയെ ആരാധിക്കുന്ന മനുഷ്യർക്ക് ദേവി പെട്ടെന്ന് തന്നെ വഴികാട്ടി കൊടുക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇച്ഛാശക്തിയായിട്ടും ജ്ഞാനശക്തിയായിട്ടും ക്രിയാശക്തിയായിട്ടും കുടികൊള്ളുന്നത് ആ മഹാപരാശക്തി തന്നെയാണ് എന്നുള്ള ചിന്ത ഭക്തരിൽ രൂഢമൂലമാവുന്ന നാളുകളാണിത്. ഇച്ഛാശക്തിയായിട്ട് മഹാലക്ഷ്മിയെയും ജ്ഞാനശക്തിയായിട്ട് സരസ്വതിയെയും ക്രിയാശക്തിയായിട്ട് മഹാഭദ്രകാളിയെയും സങ്കല്പിച്ചു പോരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണം നടത്തിത്തരാൻ അത് തീർച്ചയായിട്ടും മഹാലക്ഷ്മി തന്നെയാണ്. അതുകൊണ്ടാണ് മഹാലക്ഷ്മിക്ക് അത്രയധികം പ്രാധാന്യമുണ്ട്. മഹാലക്ഷ്മി ആരാധന നടത്തണം. മനുഷ്യരായാൽ മഹാലക്ഷ്മിയെയാണ് ആരാധിക്കേണ്ടത്. കാരണം അത് പ്രത്യേകിച്ചും ധനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും കൂടിയാണ്. ധനമില്ലാത്ത വ്യക്തിക്ക് മാത്രമേ അതിൻ്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ബാക്കി എന്തുണ്ടായിട്ടും ധനമില്ലെങ്കിൽ പോയി. ധനത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും എന്താ പറയുക, അതേപോലെ ഭൗതികമായ സുഖ സൗകര്യങ്ങളുടെയും ഒക്കെ അതിദേവത മഹാലക്ഷ്മിയാണ്. അതുകൊണ്ടാണ് ഈ ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്, ചന്ദ്രശേഖരൻ്റെ പത്നിയായ പാർവതിയും മഹാവിഷ്ണുവിൻ്റെ പത്നിയായ മഹാലക്ഷ്മിയും ഞാൻ തന്നെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. രണ്ടും ഞാൻ തന്നെയാണ്. ഒരു കോളുണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കതിരൂര്. കതിരൂര്. പറയൂ, ഡേറ്റ് പറയൂ. 8/3/2008.
സമയം പറയൂ. രാവിലെ 9:30. ആരുടേതാണ്? മോളെ. മോളതാണ്. എന്താണ് മോളെക്കുറിച്ച് അറിയേണ്ട വിഷയം? മോക്ക് എപ്പോ നോക്കുമ്പോ സൂക്കട് മാറുന്നേ ഇല്ല. ശരി. ശനിദശയാണ്, ഒപ്പം 7 ശനിയും ഉണ്ട്. പിന്നെ പറയണ്ടല്ലോ. ഈ 24-11 മാസം വരെ, അതായത് നവംബർ 4 തീയതി വരെ ചന്ദ്രൻ്റെ അപഹാരവും. അപ്പോൾ ശനിദശയിൽ ചന്ദ്രൻ്റെ അപഹാരം പൊതുവെ ഏറ്റവും മോശമായി പറയുന്നു. ഇവിടെയാണെങ്കിൽ ചന്ദ്രൻ അമാവാസി യോഗത്തോടു കൂടി സൂര്യനോട് യോഗം ചെയ്ത് നിൽക്കുന്ന ചന്ദ്രനാണ്. അത് കഴിയുന്നവരെ ഇങ്ങനെയൊക്കെ തന്നെ. അത് കഴിഞ്ഞാൽ മാറ്റം വരും. അതായത് ഇതിപ്പോൾ ഒക്ടോബർ 6 ഇനി 10-28 ദിവസം കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇതിന് ഇപ്പോഴത്തെ കണ്ടീഷന് മാറ്റം വരും. വളരെ മോശപ്പെട്ട സമയം തന്നെയാണ്, അത് യാതൊരു സംശയവുമില്ല. പിന്നെ നല്ല ദൈവാനുഗ്രഹമുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാ കണ്ണിന് വരേണ്ടത് പിരികത്തിന് വന്ന് പോകുമെന്ന് പറയാം നമുക്ക്. അപാരമായ ഈശ്വരാനുഗ്രഹമുള്ള പെൺകുട്ടിയാണ്. 9ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഠനത്തിനൊക്കെ ബാധിച്ചിട്ടുണ്ടോ? +1 അല്ലേ ഇപ്പോൾ? +2. ആ, അപ്പോൾ പഠനമൊക്കെ മര്യാദക്ക് പോകുന്നില്ലേ? ആ, നന്നായിട്ട് പഠിച്ചിട്ട് ശ്രദ്ധിക്കാൻ പറയുക. ഇപ്പോൾ ഈ പറയുന്ന സമയത്തിൻ്റെ ദോഷം കഴിഞ്ഞാൽ മാറ്റം വരും. ഈ പൊതുവേ ശനിയിൽ ചന്ദ്രാപഹാരവും ചന്ദ്രദശയിൽ ശനിയുടെ അപഹാരവും ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ അത് പൊതുവെ ശാസ്ത്രത്തിൽ പറയുന്ന കാര്യം തന്നെയാണ്. ഇതിനിടെ എങ്ങനെ അതൊക്കെ ഈ ചന്ദ്രന് ബലമില്ലാത്ത സമയത്ത് ചന്ദ്രൻ്റെ അപഹാരം നടക്കുമ്പോൾ അതൊക്കെ സാധാരണയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അമാവാസി യോഗമുള്ള കുട്ടിയാണ്. ഒരു മാതിരി സ്വഭാവത്തിലൊക്കെ ഒരു മാതിരി പ്രത്യേകതയൊക്കെ കാണിക്കും. അതിപ്പോൾ ഈ സമയത്തിൻ്റെ പ്രത്യേകത അങ്ങനെ തന്നെയാണ്. അതിനൊക്കെ മാറ്റം വരും. പിന്നെ ടീനേജല്ലേ, അതിൻ്റെ ഒരു പ്രശ്നവും കൂടി ഉണ്ടാവുമല്ലോ. ഹോർമോണൊക്കെ വർദ്ധിക്കുന്ന സമയമല്ലേ, 16-17 വയസ്സൊക്കെ. അപ്പോൾ അതൊക്കെ അമ്മയും മനസ്സിലാക്കണം. അമ്മ ആ പ്രായത്തിൽ എന്തായിരുന്നു എന്ന്. അപ്പോൾ പിന്നെ വലിയ പ്രശ്നം മോളോട് ഉണ്ടാവില്ല. അത് ഓർമ്മയുണ്ടാവില്ല പല അമ്മമാർക്കും. അതാ പ്രശ്നം. നമ്മളും ആ പ്രായത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ. നമ്മൾ പിന്നെ എനിക്കത് ഓർമ്മയുള്ളതുകൊണ്ട് ഞാൻ പിന്നെ വലിയ പ്രശ്നത്തിനൊന്നും പോകാറില്ല. നിങ്ങൾക്കത് ഓർമ്മയില്ല, അതുകൊണ്ടാണ്. നിങ്ങളും അന്നേരം അങ്ങനെ ആയിരുന്നു. അത് ആ 16, 17, 18 ഒക്കെ പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് നിങ്ങളുടെ മകൾക്ക് ഇപ്പം സമയത്തിൻ്റെ കേട് ഭയങ്കരമാണ്. ഞാൻ ഭയപ്പെടുത്തുന്നതല്ല, കുറച്ച് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അവളോട് കൂടുതലൊന്നും നിങ്ങളിപ്പം വഴക്കടിക്കാനൊന്നും പോകരുത്. കുറേയൊക്കെ അവൾക്ക് ഈ പ്രത്യേകിച്ച് ഈ 1 മാസം കൂടി അങ്ങ് വിട്ടുകൊടുത്തേക്കൂ. ഈ 1 മാസം വരെയല്ല, ശരിക്കും പറഞ്ഞാൽ വിഷു വരെ. അത് അവളൊരു സമയത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് വലിയ പ്രശ്നത്തിനൊന്നും അവളോട് പോകണ്ട. അവളങ്ങനെ അങ്ങ് പോകട്ടെ. അത് കഴിഞ്ഞാൽ നല്ല ശരിയായിക്കോളും. ഭാവിയുള്ള പെൺകുട്ടി തന്നെയാണ്. നല്ല തരത്തിൽ ഉയർന്നു വരുമെന്ന് തന്നെയാണ് കാണുന്നത്. പിന്നെ പെട്ടെന്നുള്ള ദേഷ്യം അത് ഭയങ്കരമാണ്. അതായിരിക്കും നിങ്ങൾക്കിപ്പം വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടാവുക. അത് ഭയങ്കരമായിരിക്കും. കോപിഷ്ഠയായിട്ട് തുള്ളുകയാണ് ചെയ്യുക അല്ലേ? അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അങ്ങ് പോട്ടെ. ഏതായാലും ഭാവിയുള്ള മോളാണ്, നന്നായി വരും. ഓക്കെ, ശരി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ആഗ്രഹ നിവൃത്തിക്ക് നമുക്ക് ധനം വേണം. നല്ലൊരു ഷർട്ട് വാങ്ങണ്ടെങ്കിലോ നല്ലൊരു സാരി വാങ്ങണമെങ്കിലോ ഒക്കെ പണമുണ്ടെങ്കിലേ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ പഴയ തന്നെ
ഉപയോഗിക്കേണ്ടി വരില്ലേ? അപ്പോൾ അത് ആ വ്യക്തിയുടെ മനസ്സിൽ എത്രമാത്രം പ്രയാസങ്ങൾ ഉണ്ടാക്കും. എല്ലാവർക്കും നല്ല സ്റ്റൈലായി നടക്കാനൊക്കെ തന്നെയല്ലേ ഇഷ്ടം? അങ്ങനെയല്ലാതെ ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ? അപൂർവം ചിലർക്ക്, അതായത് ഒരു തരം പ്രത്യേക മാനസിക ഘടനയൊക്കെ വന്നവർക്ക് അത് വേണ്ട, അല്ലാത്തവർക്കൊക്കെ അത് വേണ്ടേ? അപ്പം അങ്ങനെയൊക്കെ ഒരു മാന്യമായ രൂപത്തിൽ ജീവിക്കാൻ, എങ്ങനെയും ജീവിക്കുക എന്നുള്ള ഒരു ഇത്. ഇപ്പം കുറ്റവാളികൾ എന്തുകൊണ്ടാണ് വർദ്ധിക്കുന്നത്? എന്തിനാണ് വഴിയെ പോകുന്ന സ്ത്രീയുടെ മാല പൊട്ടിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ അയാളുടെ പണത്തിൻ്റെ പ്രശ്നം തീർക്കാൻ വേണ്ടിയാണ്. പക്ഷെ അത് നേരെ പോകുന്ന ജയിലിലേക്കാണെന്ന് മാത്രം. CCTVയിൽ അത് കാണുകയും പിന്നെ ജയിലിൽ പോയിട്ട്, ഇപ്പം പിന്നെ ഉണ്ടിയൊന്നുമല്ല, നല്ല ഭക്ഷണമാണ്, നമ്മൾ അവിടെ പോയിട്ട് അതും കഴിച്ച് അവിടെ ഇരിക്കാം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഏതൊരു കുറ്റവാളിയും പിടിക്കപ്പെടുന്നുണ്ടല്ലോ, അത് ഇപ്പോഴത്തെ പ്രത്യേകതയാണ്. ഇതിനിടെ കേട്ടില്ലേ നിങ്ങൾ, എന്താണ് ATM തകർത്തിട്ട് അത് അങ്ങനെ തന്നെ എടുത്തിട്ട് പിന്നെ അവർ വന്ന ലോറി അടക്കം പിന്നെ മറ്റേ കണ്ടെയ്നറിൽ കയറ്റിയിട്ട് അങ്ങ് പോവുകയാണ്. ഇവിടുന്ന് രാജസ്ഥാനിൽ നിന്നും ഹരിയാനയിൽ നിന്നൊക്കെ വരുന്ന കള്ളന്മാരാണ്. എവിടെയാണ് ലോകത്തിൻ്റെ പോക്ക്? അതിലൊരുത്തനെ കൊല്ലുകയും ചെയ്തു തമിഴ്നാട് പോലീസ് വെടിവെച്ചിട്ട്. അതൊക്കെ പിന്നെ തമിഴ്നാട് പോലീസ് അങ്ങനെയാണ്. അവരോട് കളിച്ചാൽ അവരപ്പോൾ മുട്ടിന് ചോടയൊന്നുമല്ല, നെഞ്ഞത്ത് തന്നെ വെക്കും. അതിലൊക്കെ പിന്നെയും നമ്മളെ കേരള പോലീസാണ് സമാധാനം, വെറുതെ ഒന്നും കൊല്ലില്ല. ഈ കേരളം വിട്ട് കഴിഞ്ഞാൽ അങ്ങോളം ഇത് തന്നെയാണ് പരിപാടി. എന്നിട്ട് ഏറ്റുമുട്ടൽ കൗണ്ടർ അറ്റാക്കാണെന്ന് പറയും, അത്ര തന്നെ. അതിപ്പോൾ അതുകൊണ്ട് കള്ളന്മാർക്കെല്ലാം പേടി സ്വപ്നമാണ് തമിഴ്നാട് പോലീസിനൊക്കെ. ഒരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് മുഴപ്പിലങ്ങാട്. മുഴപ്പിലങ്ങാട്. പറയൂ, ഡേറ്റ് പറയൂ. 1/3/99. സമയം രാത്രി 12:20. ചിത്തിര നക്ഷത്രം ആരുടേതാണിത്? മകന്റെയാണ്. ആയില്ല. നിങ്ങൾ പറഞ്ഞു എത്രയാ ഡേറ്റ് പറഞ്ഞത്? 1/3/99. ശരി, ആയില്ല നക്ഷത്രം. ആ ശരി. മകൻ്റെ എന്താണ് മകനെ കുറിച്ച്? മകന് ജോലിയൊന്നും ആയിട്ടില്ല, അതെല്ലാം ഒന്ന് അറിഞ്ഞിട്ടാണ്. ഇപ്പം നടക്കുന്നത് ശുക്രദശയാണ്. അപ്പോൾ ശുക്രദശയായത് ഇപ്പം അതിൽ ശനിയുടെ അപഹാരമാണ് ഇപ്പം നടക്കുന്നത്. അത് ഈ 11ാം മാസം കൊണ്ട് മാറ്റം വരും. അതായത് 1.5 മാസം കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ ജോലി ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. എങ്ങനെയുള്ള കോഴ്സാണ് ചെയ്തിട്ടുള്ളത്? ഇലക്ട്രോണിക്സോ. എന്നിട്ട് പുറത്തേക്ക് പോകാനൊക്കെ നോക്കുന്നുണ്ടോ? ഇല്ല, പുറത്തേക്ക് പോകാനൊന്നും നോക്കുന്നില്ല. PSC ആണ് ചെയ്യുന്നത്. ശരി ശരി, ഓക്കെ. PSC 10ാം ഭാവത്തിൽ ഭാവാധിപനായ സൂര്യൻ്റെ ദൃഷ്ടിയുണ്ട്. അതുകൊണ്ടത് ജോലി സംബന്ധമായിട്ട് PSC എഴുതിയാൽ വലിയ മോശം വരില്ല. പക്ഷേ ഈ ശനിക്ക് ബലമില്ലാത്ത ജാതകമാണ്. അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്യണം. ഒപ്പം ഭാഗ്യസ്ഥാനത്തുള്ള സർപ്പത്തിൻ്റെ നിൽപ്പും ഭാഗ്യഹാനി ഉണ്ടാക്കുമെന്നാണ്. അപ്പോൾ അതായത് അങ്ങോട്ട് നമുക്ക് ഏതാണ്ട് ഒത്തു വരുമ്പോൾ തട്ടിപ്പോവുക എന്നുള്ളൊരു ഫലം വരും. അതെ, അങ്ങനെ തന്നെയാണ്. എത്തുമ്പോൾ തെറിച്ചു പോകുന്നു. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതായത് നിങ്ങൾ അവനെയും കൂട്ടി നേരിട്ട് വന്നാൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പറയാം. അതിനൊക്കെ നല്ല ഒന്നാന്തരം മരുന്നുണ്ട്. അത് വെറുതെ അതിനെപ്പറ്റി ആർക്കും അറിയായിട്ടാ. അതൊക്കെ ജ്യോതിഷത്തിൽ പല പരിപാടിയുണ്ട്. അതൊക്കെ അതിനെ വിശ്വസിക്കുന്നവർക്ക് അതിൻ്റെ ബലവുമുണ്ട്. അല്ലാതെ ഞാനൊക്കെ ഇപ്പോൾ ഇത്രയും 10-28 കൊല്ലമായിട്ട് ഇങ്ങനെ വെച്ച് പറയുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്തോ ഇതുണ്ടാവില്ലേ.
അതെ. അതിലങ്ങ് വിശ്വസിക്കുക, അത്ര തന്നെ. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ നമ്മൾ സംശയിച്ചാൽ പിന്നെ നമ്മളെ ജീവിതം പോയില്ലേ. ഉം. അങ്ങനെ സംശയിക്കല്ല, സംശയിക്കാതെ നേരിട്ട് വരിക, വന്നിട്ട് വേണ്ട പരിഹാരം ചെയ്യുക. കാരണം അല്ലെങ്കിൽ ഇതിങ്ങനെ ചുണ്ടത്തെത്തുമ്പം പോവും. അത് അങ്ങനെ ഒരു മോശമുണ്ട് ഈ ജാതകത്തിൽ. പിന്നെ അത് നിങ്ങളെ അടുക്ക നേരിട്ട് വരുവാ വേണ്ടേ? നേരിട്ട് വന്ന് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. സ്ഥലം എവിടെയാ? എരിഞ്ഞോളിപ്പാലോ? എരഞ്ഞോളിപ്പാലം തന്നെ. അത് വിളിച്ചാൽ മതി, ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഇതന്നെ നേരിട്ട് വിളിക്കേണ്ട നമ്പറാണ് ഇവിടെ കാണിക്കുന്നത്. പരിപാടികളുടെ നമ്പർ വേറെ, ഈ നമ്പറിലാണ് എന്നെ ബന്ധപ്പെടേണ്ടത്. ഓക്കെ. ക്ഷേത്രത്തിൽ പോയിട്ടൊന്നും കഴിക്കൊന്നും വേണ്ട. ക്ഷേത്രത്തിൽ പോയിട്ട്, അതായത് അത് പലതരത്തിലും ഉണ്ട്, പക്ഷേ അതിന് ഞാനത് എൻ്റെ കർമ്മങ്ങളിലാണ് എനിക്ക് വിശ്വാസം. നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകുന്നതിന് ഞാനും വിരോധം. ക്ഷേത്രത്തിൽ പോകുന്നതിന് ഇപ്പോഴും നല്ലത് തന്നെയല്ലേ. ക്ഷതം ഇല്ലാതാക്കുന്നത് ക്ഷേത്രം, അത് പോയിക്കോളൂ. പക്ഷേ ഇങ്ങനെയുള്ള കാര്യത്തിന് ചില പ്രത്യേക കർമ്മങ്ങളാണ് വേണ്ടത്. ആ കർമ്മങ്ങളാണ് ഞാൻ ചെയ്തു കൊടുക്കുക. അതാണ്, അതിൽ വിശ്വാസമുണ്ടെങ്കിൽ എന്നെ കാണാൻ വരിക. നിങ്ങൾ എല്ലാ ദിവസവും അവിടെ ഉണ്ടാവും? അങ്ങനെയും ഉണ്ടാവില്ല, ബുക്ക് ചെയ്തിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എല്ലാ ദിവസമൊന്നും വന്നാൽ കാണും. എന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ഓക്കെ, നിങ്ങൾ വിളിച്ചിട്ട് വരൂ. ഓക്കെ, ശരി ശരി ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ ദേവി ആ ധനത്തിന് നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെ കൊള്ള സംഘത്തിൽ അംഗമാകാതെയും അല്ലെങ്കിൽ തെറ്റായ വഴിയിൽ സഞ്ചരിക്കാതെയും നേരായ വഴിയിൽ ധനം നമുക്ക് എത്തിച്ചേരണം. അതാണ് ഇച്ഛാശക്തിയുടെ ദേവതയായ മഹാലക്ഷ്മിയെ നമ്മൾ ആരാധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം. അതുകൊണ്ടാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂകാംബികയ്ക്ക് ഇത്രമാത്രം പ്രാധാന്യം വന്നത്. പലതവണ പറഞ്ഞതാണെങ്കിലും നവരാത്രി ആയതുകൊണ്ട് അമ്മയെക്കുറിച്ച് വീണ്ടും പറയട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ധനവുമായിട്ടും കൂടി ബന്ധമുണ്ട്. എന്താണ്? കൊലാപുരം മഹാദേശം തത്ര ലക്ഷ്മി സദാ സ്ഥിത. കൊലാപുരം മഹാദേശമാണ്, അവിടെ മഹാലക്ഷ്മി സ്ഥിരമായി കുടികൊള്ളുന്നു. എവിടെയും പോകുന്നില്ല, അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഇച്ഛാശക്തിയുടെ പ്രതീകമായി മഹാലക്ഷ്മിയെ കാണുന്നു. ജ്ഞാനശക്തി, ഈ നമുക്ക് ഏത് തരത്തിലാണ് നമ്മുടെ ജീവിതം മുമ്പോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്. ചിലർ എന്താണ്, അവരുടെ തീരുമാനമല്ല, മറ്റുള്ളവരുടെ തീരുമാനത്തിൽ മാത്രം ജീവിക്കുന്നവരുണ്ട്. അത് ജ്ഞാനമില്ലാത്തവരാണ്. ജ്ഞാനമുള്ളവർ അവരുടേതായ തീരുമാനമുണ്ടാവും. ചിലപ്പോൾ അത് തെറ്റാവാം, ചിലപ്പോൾ ശരിയാവാം. പക്ഷെ അവർക്ക് അവരുടെ തീരുമാനമാണ്, അതിന് അറിവ് വേണം ആ തീരുമാനം എടുക്കാൻ. ഇപ്പോൾ സമൂഹത്തിൽ കണ്ടുവരുന്നത് മറ്റുള്ളവരുടെ തീരുമാനം അങ്ങനെയുള്ള ആൾക്കാരാണ്. അത്തരം അങ്ങനെ തീരുമാനം എടുക്കുന്നവർക്ക് വ്യക്തിത്വമില്ല. അവർ വേറെ ആരുടെയോ കയ്യിലെ കളിപ്പാവുകളാണ്, സ്വന്തമായിട്ടൊരു തീരുമാനവുമില്ല. അച്ഛൻ പറയുന്നു കല്യാണം കഴിച്ചോ, ഉടനെ പോയി കല്യാണം കഴിക്കുന്നു. ഇവന് കല്യാണം കഴിക്കണമെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒന്നോ അയാൾക്കില്ല. നീ ദുബായിക്ക് പോയിക്കോ, ഉടനെ ദുബായിക്ക്. അളിയൻ പറഞ്ഞു വാ ദുബായിക്ക് വാ, ഉടനെ അളിയൻ്റെ കൂടെ ദുബായിക്ക് പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ചൂടൊന്നും പിടിക്കുന്നില്ല, ശരിയാകുന്നില്ല, ഉടനെ തിരിച്ചിങ്ങോട്ടും പോകുന്നു. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവർക്കൊന്നിനെക്കുറിച്ച് ഒരു പഠനം നടത്തുകയോ ഒന്നും, അവർക്ക് സ്വന്തം കാര്യത്തിലൊരു ചിന്തിച്ചൊരു തീരുമാനമെടുക്കുകയോ ഒന്നുമില്ല. അത് ഈ ജ്ഞാനത്തിൻ്റെ അഭാവമാണ്. ജ്ഞാനമുള്ളവർക്ക് അവരുടേതായ തീരുമാനമാണ്. അങ്ങനെ അതാണ് പൂർണ്ണ വ്യക്തിത്വവും. അതാണ് മറ്റുള്ളവരുടെ കാലിൽ നിൽക്കുന്നവർ. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഡയലോഗാണല്ലോ അത്. ഞാൻ എൻ്റെ കാലിലാണ് നിൽക്കുന്നത്, മറ്റേവൻ മറ്റേയാളെ കാലിലാണ് നിൽക്കുന്നത് എന്നുള്ള അതിലേക്കൊന്നും ഞാൻ അങ്ങനത്തെ ഡയലോഗ് അടിക്കുന്നില്ല. കാരണം എൻ്റെ ഈ പരിപാടിയിൽ രാഷ്ട്രീയം പാടില്ലല്ലോ, അല്ലത്, അതുകൊണ്ട് അത് പറയില്ല. അപ്പോൾ പക്ഷെ അതിൻ്റെ അകത്തുള്ള തമാശ പറഞ്ഞതാണ്. അപ്പോൾ കാലിനെ പറ്റിയൊക്കെ ഇപ്പോൾ വലിയ വർത്തമാനം നടക്കുകയാണല്ലോ. സ്വന്തം കാലിൽ നിൽക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.
അത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ജ്ഞാനം ഉണ്ടാവും. ജ്ഞാനമുള്ളവർക്ക് മാത്രമേ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു കോളുണ്ട്. ഹലോ. ഹലോ, തലശ്ശേരി നിന്നാണ്. തലശ്ശേരി, പറയൂ, ഡേറ്റ് പറയൂ. 1989 ഫെബ്രുവരി 7 രാവിലെ 11:29. സമയം 11:29 കാലത്ത് അല്ലേ? രാവിലെ. ചതയം നക്ഷത്രം. അതെ. ആരുടേതാണെന്നും പറയൂ. ചേട്ടൻ്റെ മോൻ്റെതാണ്. ഏട്ടൻ്റെ മോൻ്റെതാണ്. ശരി, ഏട്ടൻ്റെ മകൻ്റെതാണ്. അപ്പോൾ ഇയാൾക്ക് ഇപ്പം ശനിദശയിൽ സ്വാപഹാരം നടക്കുകയാണ്. അപ്പോൾ അതേപോലെ ഏരശനിയുടെ ഏറ്റവും തകരാറുള്ള സമയവും കൂടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടൊരു മാതിരി നട്ടം തിരിച്ചലുണ്ടാവും. അത് ഏതെങ്കിലും രൂപത്തിൽ ബാധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത്? കല്യാണം ശരിയാവുന്നില്ല. കല്യാണം ശരിയാ, ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ജോലി ചെയ്യുന്നുണ്ട്. അതിൽ തൃപ്തനാണോ? ഡോക്ടറാണ്. അപ്പോൾ അതിൽ തൃപ്തനാണോ? അതെ, ഡോക്ടറായാലും അല്ല, ഡോക്ടറായാലും അതിൽ അയാൾ തൃപ്തനാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അയാൾ PG കഴിഞ്ഞോ? അതിൻ്റെ ഇത് കഴിഞ്ഞോ? അപ്പോൾ അതിൽ തൃപ്തനല്ലല്ലോ. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഈ സമയത്തിൻ്റെ ദോഷം കൊണ്ട് അയാൾക്ക് ഒരു കാര്യവും നല്ലതില്ലല്ലോ. ഇപ്പം ഡോക്ടർ ആയാലും പോലും MBBS കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറം ചെയ്യണ്ടേ? അപ്പോൾ കല്യാണം നടക്കുന്നില്ല, ഈ പറയുന്ന കാര്യം നടക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നട്ടം തിരിയാണെന്ന്. 2024 കഴിയട്ടെ, അതിനുശേഷം മാറ്റം വരും. പഠനകാര്യത്തിലും പിന്നെ ഇതിലൊക്കെ മാറ്റം വരും. അതുവരെ വല്ലാത്ത സമയദോഷമുണ്ട്. അപ്പോൾ അത് പിന്നെ ഇതിനൊക്കെ അല്ല, 24 ഇപ്പം അത്രയല്ലേ ഉള്ളൂ. ഇതെന്താണ് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? 35 വയസ്സായിട്ട് പെണ്ണ് കിട്ടിയിട്ടില്ലല്ലോ, ഡോക്ടറായിട്ട് പോലും. എന്താ ആദ്യം താല്പര്യം ഉണ്ടായിരുന്നില്ല, ഇപ്പം കുറച്ചായിട്ട് നോക്കാൻ തുടങ്ങി. ശരി മാഡം, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ നിങ്ങൾ. അതായത് ഈ താല്പര്യമുണ്ടായി പോലും ഇല്ല പോലും, അതൊക്കെ ഇയാളുടെ 32 വയസ്സോട് കൂടി 32 അല്ല, ശരിക്കും 29 വയസ്സിൽ ഇയാൾക്ക് സമയം പിഴച്ചു. അതിനു മുമ്പേ ഇയാൾക്ക് നല്ല കാലമായിരുന്നു. ആ നല്ല കാലത്താണ് പഠിച്ച് ഡോക്ടറായത്. പക്ഷെ അതിന് ശേഷം ഈ പിഴച്ചുപോയി സമയം. ആ പിഴവിൻ്റെ ദോഷം കൊണ്ടാണ് താല്പര്യമൊന്നും ഇല്ലാതായതും ജോലിയിൽ തന്നെ വേണ്ടത്ര ഒരു ഇതില്ലാതായതും ഒക്കെ. അതാണ് അത് മാറ്റം വരാൻ 24 ഇപ്പോൾ തീരാനായി. ഇത് ഒക്ടോബറാണ്. അപ്പോൾ 25 കൂടി നിങ്ങളുടെ ഏട്ടൻ്റെ മകൻ നന്നായി വരുമെന്നാണ് പറയുന്നത്. അതോടുകൂടി കല്യാണം നടക്കാനും സാധ്യത കാണുന്നു. അതിന് കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഈ വിഷയത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നേരിട്ട് വന്ന് കണ്ട് പരിഹാരമൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അയാൾക്ക് അത്തരത്തിലുള്ള വിശ്വാസമുണ്ടോ എന്നൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് സ്വന്തമായിട്ട് വിശ്വാസമുള്ളവനാണെങ്കിൽ നിങ്ങൾ എന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ. ഏതായാലും ഭാവിയുള്ളവനാണ്. ഈ പറഞ്ഞ 25 ശേഷം കൂടുതൽ നല്ലതായിട്ട് വരും. കല്യാണ യോഗമൊക്കെ ഉണ്ട്. ഓക്കെ, ശരി. അപ്പോൾ ഇച്ഛാശക്തി, ജ്ഞാനശക്തി. അപ്പോൾ ജ്ഞാനശക്തി ആയിട്ട് സരസ്വതിയെ പറയുന്നു. ആ സരസ്വതിയുടെ കടാക്ഷം അതെന്തിനും, ഏത് ജോലിയിൽ മുന്നേറാനും, ഏത് വിദ്യയിൽ നമുക്ക്, വിദ്യയാണല്ലോ ധനത്തെ കൊണ്ടുവരിക.
സരസ്വതി പോയിട്ട് ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടുവരികയല്ലേ ചെയ്യുക. ഇപ്പോൾ പഠിച്ചു, ഒരു എൻജിനീയറായി. അപ്പോൾ അത്രയും ഭാഗങ്ങൾ ചെയ്യുന്ന ആരാണ്? സരസ്വതി, ജ്ഞാനം. അത് പോയിട്ട് പിന്നെ ആരെ കൂട്ടിക്കൊണ്ടുവരും? മഹാലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടുവരും. ഒരു എയറോനോട്ടിക്കൽ എൻജിനീയറായി, വിമാനത്തിൻ്റെ പൈലറ്റായി, ധാരാളമായല്ലോ. അപ്പോൾ ഇതേപോലെ ഇനി അങ്ങനെ ഓരോരോ ITI പഠിച്ചു. ഇപ്പോൾ എൻ്റെ വീട്ടിൽ പണ്ടേ വരുന്ന ഒരു പാവം കുട്ടിയുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അച്ഛന് പശു കൃഷിയാണ്, ക്ഷീരകർഷകൻ. അതാണല്ലോ ഇപ്പോഴത്തെ ഭാഷ. പണ്ടത്തെ കാലത്ത് പശുവിനെ വളർത്തൽ, ഇപ്പം ഭാഷ മാറി ക്ഷീരകർഷകൻ. നല്ല സ്റ്റൈലം ഭാഷ. അങ്ങനെ അച്ഛൻ കഷ്ടപ്പെട്ടിട്ട് പണ്ടാരെ പറഞ്ഞ പോലെ ചാണകവും ചാണകമൊക്കെ വാരിയിട്ട് അങ്ങനെ. പക്ഷെ നല്ല പഠിക്കുന്ന മക്കളായിരുന്നു. അങ്ങനെ കുട്ടി ഇപ്പോൾ 1-2 ലക്ഷം റുപ്യ ശമ്പളം മേടിക്കുന്ന ആളായി മാറി. അച്ഛനിപ്പോഴും അച്ഛൻ ആ പൈസ കണ്ടിട്ട് കണ്ണ് മഞ്ഞളിച്ചിട്ടൊന്നുമില്ല. അച്ഛനിപ്പോഴും അച്ഛൻ്റെ ചിലവ് പശുവിനെ വളർത്തി തന്നെയാണ് കഴിയുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ ആ കുട്ടി അന്ന് സരസ്വതിയെ എൻ്റെ അടുത്ത് 10-15 വർഷമായിട്ട് 8 വയസ്സ് മുതലങ്ങാരോ 12 വയസ്സോടുകൂടി തന്നെ എൻ്റെ അടുത്ത് വരുന്ന കുട്ടിയാണ്. എല്ലാ നവരാത്രിക്കും എല്ലാത്തിനും വരും. അങ്ങനെ കുട്ടി അങ്ങോട്ട് ഇവനെ പഠിക്കാനൊരു പ്രത്യേക വേറെ ഒന്നും അവൻ കാണില്ല. അതാണ് അവൻ്റെ പ്രത്യേകത. മറ്റൊന്നും അവൻ കാണില്ല, മറ്റൊന്നിലും അവന് ശ്രദ്ധയില്ല, പഠനം മാത്രം. അതാണ് ഇപ്പം അവന് പൈസയുമായി. സരസ്വതി പോയി മഹാലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടുവന്നു. അതാണ് ഇച്ഛാശക്തി, ജ്ഞാനശക്തി. ഇപ്പോൾ ഒരു കോളുണ്ട്. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോഴിയോട്. പറയൂ. 17/4/1995. സമയം പറയൂ. 12:17 രാത്രി. 12:17 AM. വിശാഖ നക്ഷത്രം. വിശാഖ നക്ഷത്രം. ആരുടേതാണ്? എന്റെ തന്നെയാണ്. എന്താണ് അറിയേണ്ട വിഷയം? എന്താണ് അറിയേണ്ട കാര്യം? എനിക്ക് ഇപ്പോഴത്തെ സമയത്തിനെ കുറിച്ച് അറിയേണ്ടിട്ടാണ്. സമയത്തെ കുറിച്ചാണ് അറിയേണ്ടത്. ശരി. ഇപ്പൊ മൊത്തം പ്രശ്നമാണ് അല്ലേ? അപ്പോൾ ഇപ്പം നടക്കുന്നത് ശനിദശയാണല്ലോ. പിന്നെ അത്ര നല്ല കാലമായിരിക്കില്ലല്ലോ. ശനിയല്ലേ? ശനിയിൽ പിന്നെ പ്രശ്നങ്ങൾ വരിക സ്വാഭാവികമല്ലേ? വിവാഹം കഴിഞ്ഞില്ലേ? വിവാഹം കഴിഞ്ഞു. ഏത് വിഷയത്തിലാണ് പ്രശ്നമുള്ളത്? ദാമ്പത്യ ജീവിതം തന്നെ. അതല്ലേ? അല്ല, തീരെ വഷളായോ? ഇല്ല, തീരെ വഷളായിട്ടില്ല. ഇങ്ങനെ പ്രശ്നം വരും, പിന്നെയും പ്രശ്നം, അങ്ങനെ തന്നെ. അല്ല, ഒന്നിച്ച് തന്നെയല്ലേ ജീവിക്കുന്നത്? ഇപ്പൊ ഒന്നിച്ച് തന്നെയുള്ളത്. ഇനി ഏത് സമയവും തെറ്റാൻ ഉടക്കിപ്പോവാൻ തയ്യാറായി നിൽക്കുകയാണ്. വീണ്ടും നന്നാവും, വീണ്ടും മുടക്കും. അതിങ്ങനെ ശനി കഴിയുന്നവരിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതിന് ജോലിയുണ്ടോ? ഇല്ല, ഞാൻ ജോലി ചെയ്യുന്നില്ല. അല്ല, ഇവിടെ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടോ? ശ്രമം നോക്കുന്നുണ്ട്. കാരണം ധർമ്മകർമ്മ രാജയോഗമുള്ള ജാതകമാണ്. സ്വന്തമായിട്ടൊരു തൊഴിൽ കിട്ടാനൊക്കെ വിധിയുണ്ട്. അപ്പം അതിന് പിന്നെ വലിയ ഭാഗ്യവതിയാണ്. ഏത് സമയത്തും ഭാഗ്യം നമ്മളെ കടാക്ഷിച്ചേക്കാം. ഭാഗ്യദേവത, പണ്ടത്തെ ലോട്ടറിക്കാരൻ്റെ വർത്തമാനം കേട്ടിട്ടില്ലേ? ഭാഗ്യദേവത എപ്പോഴാണ് നിങ്ങളെ കടാക്ഷിക്കുക എന്ന് പറയാൻ കഴിയില്ല എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതേപോലെ ഭാഗ്യം, ജാതകത്തിൽ ഭാഗ്യമുള്ളവളാണ്.
എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നും അനുഭവിക്കാൻ കിട്ടാത്ത അത് കിട്ടണമെങ്കിൽ ശനി കഴിയണം. കഴിയണല്ലേ? അപ്പോൾ ഇപ്പോഴേ നന്നായിട്ടൊന്ന് കഠിനമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ശനിയായതുകൊണ്ട് അലസത തോന്നും, അതേപോലെ ബുദ്ധിക്ക് മന്ദതയുണ്ടാവും, ഒരുതരം ഒരു നേരായ ബുദ്ധി. ഇപ്പം ഭർത്താവിനോട് സംസാരിച്ചാൽ ഭർത്താവിന് കുറേ കുറ്റം നിങ്ങളെ കൊണ്ടും പറയാനുണ്ടാവും. അതായത് ബുദ്ധിക്ക് ഇതുണ്ടാവില്ല, വേണ്ടത്ര തെളിച്ചമില്ല, അതാണ് വിഷയം. അപ്പോൾ അത് ആ ബുദ്ധി നന്നായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ഈ ശനി കഴിയണം. പക്ഷേ അപ്പോഴേക്കും PSCയുടെ സമയം അങ്ങോട്ട് കടന്ന് പോവുകയാണ്. ഇപ്പം തന്നെ 29 വയസ്സായി. ഇനി അപ്പോൾ 6 കൊല്ലം കൂടി ശനിയാണ്. അപ്പോൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ശനി കഴിഞ്ഞാലാണ് ജോലിയൊക്കെ കിട്ടുക. അപ്പോൾ ശനിയുടെ ദോഷശമനത്തിന് വേണ്ടി വേണ്ട കർമ്മങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കർമ്മങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ട് വരിക. അത് രണ്ടും കൂടി ഒരു ദിവസം പറ്റില്ല, 1 at a time. ഓക്കെ 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 ശരി. അപ്പോൾ അതുകൊണ്ട് ഈ ഞാൻ പറഞ്ഞത് ഈ പറയുന്ന പിന്നെ എനിക്ക് ക്രിയാശക്തി ആയിട്ട് ഭദ്രകാളിയെ പറയുന്നു. ഇങ്ങനെ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ പല വിധത്തിലുള്ള തടസ്സങ്ങൾ നമ്മളെ നമ്മൾ മറികടന്ന് പോകേണ്ടതായിട്ടുണ്ട്. ജ്ഞാനമുണ്ടായാൽ മാത്രം പോരല്ലോ. ഇപ്പോൾ ജ്ഞാനത്തിൻ്റെ ഇത് എത്ര ഉണ്ടായാലും തടസ്സങ്ങൾ പിന്നെയും വന്നുകൊണ്ടേയിരിക്കും. അതിനെ മറികടക്കാൻ ഭദ്രകാളി ആരാധനയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഭദ്രം കലയതു ഭദ്രകാളി. ഭദ്രകാളി മനുഷ്യന് ഏറ്റവും നന്മ ചെയ്യുന്നവളാണ് കാളി. കാളിയെക്കുറിച്ച് പലർക്കും കാളിയുടെ രൂപമൊക്കെ കുറച്ച് കടുപ്പമാണെങ്കിലും കാളിയെക്കുറിച്ച് മനുഷ്യർക്ക് അത്ര വേണ്ടത്ര അറിവില്ലാത്തത് കൊണ്ടാണ്. രൂപം അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, തലയോട്ടി കൊണ്ട് മാല ധരിക്കുക, വിരലിനെ കൊണ്ട് അരപ്പട്ട ധരിക്കുക, അങ്ങനെയൊക്കെയുള്ളവളാണ് കാളി. കാർമേഘത്തിൻ്റെ നിറമാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യ ഭദ്രകാളിയുടെ ഫോട്ടോ വീട്ടിൽ വെക്കണ്ട എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാണുമ്പോൾ തന്നെ ഒരു ഇതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ മനുഷ്യന് ഇത്രമാത്രം നന്മ ചെയ്യുന്ന മറ്റൊരു ദേവതയില്ലെന്നാണ്. പിന്നെ തടസ്സങ്ങൾ മാറാൻ കാളിയെ വേണമെന്നാണ്. അതാണ് കാളിയെ ആരാധിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ 3 ദിവസം കാളിയെയും പിന്നീട് 3 ദിവസം ലക്ഷ്മിയെയും പിന്നെ സരസ്വതിയെയും, അങ്ങനെ ഒരു വിധിയുണ്ട്. ഇനി മറ്റൊരു വിധി ഈ പറയുന്ന ഇത് ഞാനീ പറയുന്ന പരമ്പരാഗതമായിട്ടുള്ള കാര്യമാണ്. ബ്രഹ്മചാരി, മറ്റേത് കുഷ്മാണ്ഡ, അങ്ങനെയുള്ള മറ്റൊരു വിധികളും ഉണ്ട്. പിന്നെ കുമാരി, മറ്റേത് 2 വയസ്സുള്ള കുട്ടി, 1 വയസ്സുള്ള കുട്ടി, അങ്ങനെ 10-ാം വയസ്സുള്ള കുട്ടി വരെയുള്ള കുമാരി പൂജകളും മറ്റൊക്കെ, അതും ഇതിൻ്റെ വേറൊരു ഭാഗമാണ്. മറ്റൊരു സംഗതിയുള്ളത് ഈ അഷ്ടമിക്ക് കാളിയെയും, നവമിക്ക് മഹാലക്ഷ്മിയെയും, ദശമിക്ക് സരസ്വതിയെയും ആരാധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു വിധി. അപ്പോൾ അതാണ് അതിൻ്റെ പാരമ്പര്യമായിട്ട് പണ്ട് മുതലേ ഉള്ള വിധികൾ. അപ്പോൾ അതുകൊണ്ട് ആ ദിവസങ്ങളിൽ കഴിയുന്ന രൂപത്തിൽ പൂജ ചെയ്തുകൊണ്ട് ദേവി ആരാധന നടത്താൻ ദേവി ഭക്തന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിയുന്നിടത്തോളം ദേവീക്ഷേത്രങ്ങൾ ദർശനം നടത്താനും ഭക്തന്മാർ ശ്രദ്ധിക്കണം. ഈ ദിവസങ്ങളിൽ ലളിതാ സഹസ്രനാമം പോലെയുള്ള സ്തോത്രങ്ങൾ ജപിക്കുന്നതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് എന്ന് തിരിച്ചറിയണം. അങ്ങനെ ദേവിയെ ആരാധിച്ചുകൊണ്ട് ദേവിയുടെ അനുഗ്രഹത്തിന് നിങ്ങൾ പാത്രീഭൂതരാവണം. ഇതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് തന്നെ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ്റെ വർത്തമാനം അതിൻ്റെ ഗൗരവത്തിൽ തന്നെ നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് മഹാനവമിയുടെ ഈ നാളുകളിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗുരുവിനും ഗണപതിക്കും ദേവിയുടെ
ഇടത്ത് വശം, നമ്മുടെ വലത്ത് വശമായിട്ടാണ് ഗണപതി. അപ്പോൾ ദേവിയുടെ ഇടത്ത് വശം നമ്മൾ ദേവിയെ സങ്കല്പിച്ചുകൊണ്ടുള്ള വിളക്കിൻ്റെ ഇടത്ത് വശം ഗണപതിയെയും വലത്ത് വശം ഗുരുവിനെയും സങ്കല്പിക്കാം. ആ ഗുരു സങ്കല്പത്തിൽ തന്നെ ശിവനെയും സങ്കല്പിക്കാം, ആ വിളക്കിൽ തന്നെ. എന്നിട്ട് അവല്, മലര്, അങ്ങനെ കൽക്കണ്ടം, അങ്ങനെ ഉണക്കമുന്തിരി, കരിമ്പ്, ഇത്തരം വസ്തുക്കൾ അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാലോ. അത് നിങ്ങളാൽ ആവുന്ന രൂപത്തിൽ നിവേദ്യം, അതിനൊക്കെ പരമാവധി ശുദ്ധി പാലിക്കണം. അത് ഈ ഇങ്ങനെയുള്ള ദൈവിക വിഷയത്തിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടൊന്നും എല്ലാം പരിശുദ്ധിയോടുകൂടി വേണം. മനസ്സും പരമാവധി പരിശുദ്ധിയിൽ വെക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അടുത്തൊരു വർഷത്തിനുള്ളിൽ അതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഇന്നത്തെ നമ്മുടെ ദേവി മാഹാത്മ്യത്തിലുള്ള വരികളെക്കുറിച്ചൊന്നും അർത്ഥം പറയാൻ ഇതിന് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞതുകൊണ്ട് അതിനൊന്നും നേരമില്ല. ഞാൻ അമ്മയെ പോയി കാണട്ടെ. അതുകൊണ്ട് ഈ നവരാത്രി നാളുകളിൽ നിങ്ങളെ ഏവരെയും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എന്നെ നേരിട്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തുകൊണ്ട് 9388504419 എന്നുള്ള ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തുകൊണ്ട് കാണാൻ വരാവുന്നതാണ്. ബുക്ക് ചെയ്തുവരെ മാത്രമേ ഞാനിപ്പോൾ കാണുന്നുള്ളൂ. ഓൺലൈനായിട്ട് സേവനം വേണ്ടവർക്ക് അങ്ങനെയും ഗൂഗിൾ പേ വഴി ദക്ഷിണ അയച്ചുകൊണ്ട് അങ്ങനെയും അറിയാൻ സാധിക്കുന്നതാണ്. പരിഹാരം വേണ്ടവർക്ക് പ്രത്യേകമായ പരിഗണനയുണ്ട്. ജ്യോതിഷത്തിൽ പരിഹാരത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ഓരോരോ കാര്യത്തിനും ഓരോ തരത്തിലായിരിക്കും പരിഹാരങ്ങൾ. അതേതാണെന്നുള്ളത് നേരിട്ട് കണ്ടിട്ട് നിങ്ങളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്തരം താല്പര്യമുള്ളവർക്കും എന്നെ വന്ന് കാണാം. ഏതിനും ഈ നമ്പർ തന്നെ ഉപയോഗിക്കുക. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.